ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്നേഹം നല്ല നിലയിലാണ് അവരെല്ലാവരും. പക്ഷെ ഇവള് ഇങ്ങനെയായി ഞങ്ങളതിനെ ഏറ്റെടുത്ത് കൊടന്ന ഒരു ഇത് കൊണ്ട് അവരാരും പിന്നെ അങ്ങനെ എന്തിനാ മേമ നോക്കാണ്ടല്ലോ, മേമുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ട് മേമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. അവർ എന്ത് വേണമെന്ന് വെച്ചെങ്കിൽ അവർ എല്ലാവരും തയ്യാറാണ് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് വലിയ കാര്യമാണ്. ആരേനായിട്ട് ഞാൻ ഈ കാലത്തിലിടയ്ക്കായിട്ട് ആരേനായിട്ട് ഞാൻ ഒരു വഴക്കിന് കണക്കിനൊന്നും ഞാൻ പോവില്ല. നല്ല കാര്യങ്ങൾ ആർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. എനിക്ക് അവസാനമാകുമ്പോൾ ഇങ്ങനെ ആയില്ലേ ദൈവമേ എന്നുള്ളൊരു ആ ഒരു അവലാതിയായിരുന്നു എനിക്ക്. ആരേനും ഞാൻ വെറുപ്പിക്കാനുള്ള വഴി എടുക്കില്ല. എൻ്റെ മനസ്സങ്ങനെയാണ്. നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. പിന്നെ ഇവള് പോയി അപ്പോൾ പിന്നെ എല്ലാവരും എന്നെ തിരിച്ചെടുത്തു തുടങ്ങി. നിങ്ങളെന്താ നല്ലത് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഇപ്പം എന്താ? നിങ്ങൾ അനുഭവിക്കേ. നമ്മളവർക്ക് നല്ലതേ കൊടുക്കുള്ളൂ. അപ്പം ഞാൻ പറയും, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. അതെന്തായാലും ഇല്ലാതിരിക്കില്ല. ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ദൈവം ശിക്ഷിക്കില്ല എന്നുള്ളത്. ഗുരുവായൂരപ്പൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ തുണയ്ക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എപ്പോഴും.